സഹകരിക്കാം, സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കാട്ടോ. ആയിക്കോട്ടെ. ഷഹീൻ തുടങ്ങാം. എത്രയായി? 60 പേര് തുടങ്ങിക്കാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചിയിൽ സജ്ജന ഷാജിയുടെ ബിരിയാണി കച്ചവടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 250 ബിരിയാണി നമ്മളിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയത് ഒന്ന് നമ്മുടെ ദുബായിലുള്ള നവാസ് പുന്നിലത്ത് മുഹമ്മദാണ്. അദ്ദേഹം പറഞ്ഞത് 200 ബിരിയാണി വാങ്ങുക, എന്നിട്ട് അവിടെ വെച്ച് തന്നെ അവരുടെ കൂടെ നിന്ന് വിൽക്കുക, ആ പൈസയും ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് നവാസ് പുന്നിലത്ത് മുഹമ്മദ്. ആ വലിയ നന്മയ്ക്ക് ആദ്യമായിട്ടൊരു നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ പ്രിയങ്കരിയായ രേവതി രൂപേഷിൻ്റെ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന മനുഷ്യസ്നേഹികളുടെ വാട്സപ്പ് കൂട്ടായ്മ ഒരു 50 ബിരിയാണിയുടെ പൈസ തന്നിട്ടുണ്ട്. ആ പൈസ കൊണ്ട് 50 ബിരിയാണി വാങ്ങിയിട്ട് തെരുവിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നു അടച്ചെന്നിരിക്കുന്നവർക്ക് എത്തിച്ചു നൽകാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഖത്തർ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഒരു 30 ബിരിയാണിയുടെ പൈസ ഇവരുടെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ട് അതിലേക്ക് അയച്ചു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതേ സത്താർ മാഞ്ഞാൽ ഒരു 16 ബിരിയാണിയുടെ പൈസ തന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നാളെ തെരുവിലെ മക്കൾക്ക് 50 + 16 നാളെ തെരുവിലെ മക്കൾക്ക് എത്തിച്ചു നൽകും. ഇന്നത്തെ 50 ബിരിയാണി തെരുവിൻ്റെ മക്കൾക്കും ബാക്കിയുള്ള 200 ബിരിയാണി ഇവിടെ വിറ്റിട്ട് ആ തുകയും അവരെ ഏൽപ്പിക്കുകയാണ്. നവാസ് പുന്നിലത്ത് മുഹമ്മദ് ഇവരുടെ അക്കൗണ്ടിൽ സഹായിച്ച 200 ബിരിയാണിയുടെ തുകയും ഇന്ന് ബിരിയാണി വിറ്റ് കിട്ടുന്ന തുകയും കൂടി ഏൽപ്പിക്കുകയാണ്. സത്യത്തിൽ ഒരു ഐക്യദാർഢ്യമാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. സജിനിയുടെ വീഡിയോ വളരെ വേദനയോടുകൂടിയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കണ്ടത്. അത് വലിയ വിഷമത്തോടു കൂടി തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഷൈല ടീച്ചർ ഉൾപ്പെടെ നടൻ ജയസൂര്യ ഉൾപ്പെടെ ഒരുപാട് പേര് ഫഹദ് ഫാസിൽ ഉൾപ്പെടെ ഒരുപാട് പേരാണ് ഏറ്റെടുത്തത്. ഇവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും സമൂഹത്തിലുള്ള നീതിയും അവകാശങ്ങളും എല്ലാനും എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, നീതിയുണ്ടോ, ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കൂടുതൽ കാര്യങ്ങൾ PM സലാം ഭായി പറയും. നമസ്കാരം. ഇപ്പോൾ ഷഹീൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നമ്മുടെ സജ്ജന ഷാജിയുടെ ബിരിയാണി കടയ്ക്ക് നേരെ നടന്ന ആക്രമണം എന്ന് തന്നെ പറയാം. അതിന് വേറൊരു വാക്കുകളില്ല. പക്ഷേ അവർ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഇവിടുത്തെ കേരള സമൂഹമുണ്ട് എന്ന് ഉള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അറിഞ്ഞും കേട്ടും വന്ന ഈ നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ നവാസ് പുന്നിലത്ത് എന്ന് പറയുന്ന ഗൾഫിലുള്ള ഒരു വ്യവസായി, അദ്ദേഹം ഇത് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടാണ് ഇതിന് ഒരു സഹായം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നതും അവർക്ക് വേണ്ടിയുള്ള ബിരിയാണി. ഇപ്പോൾ ഷഹീൻക പറഞ്ഞ പോലെ തന്നെ കണക്കുകൾ പറഞ്ഞല്ലോ, അത് പ്രകാരം നമ്മൾ ഈ ബിരിയാണി ഇന്ന് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ്. നാളെ അതുപോലെ തന്നെ 66 ബിരിയാണിക്കുള്ള പൈസ ഇതുപോലെ തന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അതും അവരെ കൈമാറും പൈസ ഇന്ന്. പറഞ്ഞ പോലെ തന്നെ ഇവരും സമൂഹത്തിൽ നമ്മുടെ പോലെ തന്നെ എന്താ പറയുക, സ്ത്രീയും പുരുഷനും ഇവർ അവഹേളിച്ച കാര്യം തന്നെ പറഞ്ഞു. നിങ്ങൾ ആണും പെണ്ണും കെട്ടവരാണെന്ന് തന്നെ അവരിപ്പോൾ പറയുന്നത് തുറന്ന് പറയുന്നത് കുഴപ്പമില്ല. ആണും പെണ്ണും കെട്ടവരാണ് എന്ന് തന്നെ പറഞ്ഞ് അവർ അവഹേളിച്ച ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ ദിവസം ഈ റോഡ് സൈഡിൽ ഉണ്ടായി എന്ന് തുറന്നവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരള പോലീസിൽ നമ്മുടെ ഇവിടുത്തെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ നടപടികളുമായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരും ഷൈല ടീച്ചറൊക്കെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഇവരുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിനിമാ താരം ജയസൂര്യ, അതുപോലെ ഫഹദ് ഫാസിൽ,
ഇവിടുത്തെ ജനസമൂഹം, കേരളത്തിലെ മനസാക്ഷിയുള്ള ആളുകളെല്ലാം ഇവരോടൊപ്പമുണ്ട്. ഇവരെ ആണും പെണ്ണും കെട്ടവരെന്ന് വിളിച്ചവരെ അവർക്ക് കൊടുക്കേണ്ട മറുപടി നമുക്കിപ്പോൾ വ്യക്തമായിട്ട് ഈ ഒരു പരസ്യമായ ഒരു വേദിയിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കുകയാണ്. 100% ഇവരൊറ്റയ്ക്കല്ല, ഇവരെ ചേർത്ത് തന്നെ ഞങ്ങൾ പിടിക്കും. അവരോടൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാവും. ഈ ബിരിയാണിയുമായി ഇനിയും ഇവർ മുൻപോട്ട് തന്നെ കച്ചവടമായിട്ട് മുൻപോട്ട് പോകും. അവർ തെണ്ടി ജീവിക്കുന്നവരല്ല. അവരുടെ വൈകല്യങ്ങൾ അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ സ്വന്തം വീട്ടിൽ തന്നെ വളരെ ശുദ്ധമായ, വളരെ വൃത്തിയും മെനയുമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇവിടെ അവർ വിതരണം ചെയ്യുന്നത്. എല്ലാ ജനങ്ങളും, ഇതിൽ ഒരുപാട് ആളുകൾ ഈ വഴി പാസ് ചെയ്യുന്നവരാണ്. എല്ലാവരും ഇവരോടൊപ്പം സഹകരിക്കണം. ഇന്നും നാളെയും മറ്റന്നാളും ഇനി ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഈ പരിസരത്ത് ഉണ്ടാവും. ഈ കച്ചവടവുമായിട്ട് ഇരുമ്പനത്താണത്. ഇരുമ്പനം സിഗ്നൽ കഴിഞ്ഞ് വരുമ്പോൾ തന്നെയാണ് ഇവർ ഉള്ളത്. അതായത് നമ്മുടെ റിഫൈനറിക്ക് തൊട്ട് മുമ്പ് ഇരുമ്പനം സിഗ്നൽ കഴിഞ്ഞിട്ട് അവിടെയാണ് ഇവരുള്ളത്. സജന ഷാജി എന്ന് പറയുന്ന നമ്മുടെ സഹോദരി, അവരെല്ലാവരും സഹായിക്കണം. അവരുടെ ജീവിതമാർഗമാണ്. അവർ ഒറ്റപ്പെടുത്തേണ്ട ഒരാളുകളല്ല. നമ്മളവരെ ചേർത്ത് പിടിക്കേണ്ട ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഷഹീൻ പറഞ്ഞ പോലെ തന്നെ, അനീഷ് പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ നമ്മുടെ PY ഷാജി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഹാരിസ് തമ്മനം, ഒരുപാട് അനീഷ് കൊച്ചി, അതുപോലെ തന്നെ ലുക്മാൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ അറിഞ്ഞു കേട്ട് ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ഏതായാലും ഇവർ ഒറ്റയ്ക്കല്ല എന്ന് 100% ഞങ്ങൾ പറയാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. കാരണം അവരോടൊപ്പം ഞങ്ങളുണ്ട്. ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആളുകൾ നിങ്ങൾ ഇതിലെ ഈ വഴി പാസ് ചെയ്യുമ്പോൾ ഇവരുടെ അടുത്തുനിന്ന് ഈ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കണം. ഇവരെ ഒറ്റപ്പെടുത്തിയവരെയും ഇവരെ ആക്രമിച്ചവരെയും ഇവരെ അപമാനിച്ചവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ മറുപടി അവർ വിൽക്കുന്ന സാധനം വാങ്ങി അവരോട് സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവരെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ആരാണെങ്കിലും പിന്മാറണം. ഇപ്പോൾ ഇവരുടെ പേരിൽ എഴുതിയിരിക്കുന്ന കേസ് നിയമപരമായിട്ട് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മളിവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഫിറോസ് കുന്നംപറമ്പിലും നമ്മളൊക്കെ ബന്ധപ്പെട്ട് ഫിറോസ് കുന്നംപറമ്പിലൊക്കെ വന്ന് ഒരുപാട് സാധനങ്ങളും ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ കൊടുത്ത് അവരോട് സഹകരിച്ചതാണ്. അപ്പോൾ അവരും ഈ സമൂഹത്തിൽ നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കണം. അനീഷ് പറയുക. എന്തായാലും സജന ഷാജി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ നമ്മുടെ സുഹൃത്ത് നാട്ടിൽ ആണിൻ്റെ വേഷം കെട്ടി നടക്കുന്ന നീചന്മാരായിട്ടുള്ള ആളുകളെക്കാൾ എത്രയോ ഉചിതവും നന്മയും ഉള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ. ഇവരൊരിക്കലും അങ്ങനെ ആയി വരുന്നതല്ല. സമൂഹം അത് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാനും സഹകരിക്കാനുള്ള മനസ്ഥിതിയിൽ കേരളം മുഴുവനും അവരുടെ കൂടെയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ഇതുപോലെയുള്ള നമ്മുടെ സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. സജന ഷാജി മാത്രമല്ല ഇതുകൊണ്ട് ജീവിക്കുന്നത്. സജന ഷാജിയുടെ കൂടെ ഒരുപാട് ആളുകൾ ഇതിൽ നിന്നും ഉപജീവനം നടത്തുന്നുണ്ട്. സജന ഷാജി എന്ന് പറയുന്ന പ്രവർത്തക അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറും കൂടിയാണ്. അവളെ കൊണ്ട് സംഭവിക്കുന്നത്, അവൾ ഇന്ന് ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്. അതിലൊരു 30-20 പൊതിച്ചോറ് ഒരു ദിവസം അവൾ തെരുവിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെയും നിങ്ങളെയും പോലെയുള്ള സഹോദരങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്യണം. ഇവളെയും ഇവളുടെ കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആളുകളെയും സപ്പോർട്ട് ചെയ്യണം. കേരളം മുഴുവനും അംഗീകരിച്ച, കേരളം മുഴുവനും ഏറ്റെടുത്ത സജന ഷാജിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഇവിടെ ഒട്ടനവധി ആളുകൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ അവരെ ജനങ്ങളുടെ ഇടയിലേക്ക് നേരത്തെ പറഞ്ഞ നീചന്മാർ ചെയ്തത് അവരെ മോശപ്പെടുത്താനായിട്ടാണെങ്കിലും, പക്ഷെ അവരിന്ന് ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം പിടിച്ചു പറ്റാനുള്ള ഒരു വിധിയാണ് ഉണ്ടായത്. കാരണം തള്ളിക്കളഞ്ഞതിനാണെങ്കിലും നന്മയിലേക്ക് എത്തിയത്. എന്തായാലും ഫുൾ സപ്പോർട്ട് സജന ഷാജി. ഇതാണ് സജ്ജന. കണ്ടില്ല നമ്മുടെ സഹോദരി, നമ്മളെല്ലാവരും കേരള സമൂഹം ഏറ്റെടുത്ത സജന ഷാജി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരിന്ന് ഉണ്ടാക്കിയ 250 ബിരിയാണി നമ്മൾ വാങ്ങി. 200 എണ്ണം നവാസ് പുന്നിലത്ത് മുഹമ്മദ് ഓഫർ ചെയ്തു. 50 എണ്ണം
ഞങ്ങളുടെ കൂടെ വാട്സപ്പ് കൂട്ടായ്മ ഓഫർ ചെയ്തു. 50 എണ്ണം നമ്മൾ തെരുവിലെ മക്കൾക്ക് വിതരണം ചെയ്യുകയാണ്. 200 എണ്ണം ഇവിടെ തന്നെ വിറ്റിട്ട് ആ തുക കൂടി സജനയെ ഏൽപ്പിക്കുകയാണ്. കൂടാതെ 46 ബിരിയാണിയുടെ പൈസയും അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. കുറച്ച് പൈസ എൻ്റെ കയ്യിൽ സത്താർവാഞ്ഞാൽ തന്നിട്ടുണ്ട്. 16 ബിരിയാണിയുടെ പൈസയും 30 വന്നിട്ടുണ്ട്. അപ്പോൾ ചേർത്ത് പിടിക്കേണ്ട സഹോദരങ്ങളാണ്, മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ആണിനും പെണ്ണിനും സമൂഹത്തിലുള്ള നീതിയും അവകാശങ്ങളും അതേ രീതിയിൽ തന്നെ കിട്ടേണ്ട സമൂഹമാണ്. അപ്പോൾ എല്ലാവരും ഇനിയും ചേർത്ത് പിടിക്കണം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയും എല്ലാവരും ഇവരുടെ കാര്യമാണ് ചർച്ച ചെയ്തത്. ഒരുപാട് പിന്തുണയാണ് ഇവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് സിനിമാ സംവിധായകൻ ആര്യൻ വിജയ് ഉണ്ട്. നമസ്കാരം. ഞാനും ഇത് അറിഞ്ഞു. 2-3 ദിവസമായി ഈ വാർത്തകളൊക്കെ കേൾക്കുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് അറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഓഫീസ് ഇവിടെയാണ്, വൈറ്റിലാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസൊക്കെ ഈ വഴി പോകുമ്പോൾ ഇവിടെ നിന്ന് ബിരിയാണി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഷീൻബായി ഇവരെല്ലാവരും ഞാനും വരുന്നുണ്ട്, ഞാനും പങ്കെടുക്കണം, ഞാനും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് വന്നതാണ്. എന്തായാലും എൻ്റെ ഫുൾ സപ്പോർട്ടും മാഡത്തിനുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ചേർത്ത് പിടിച്ച് കൂടെ എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞതിൽ തന്നെ. ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഈ ബിസിനസ് മിനിങ്ങാത്തതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ആയതായിരുന്നു. കാരണം അത്ര നിവർത്തി കെട്ട് അത്ര ഒരു സാഹചര്യത്തിൽ വരെ എത്തിച്ചു തന്നിരുന്നു. എന്നാൽ ഞങ്ങൾ ആണും പെണ്ണും കെട്ടതാണ്, ഞങ്ങളുടെ ബിരിയാണി പുഴുവാണ്, ഇതാന്ന് പറയുമ്പോൾ സമൂഹം ഏറ്റെടുത്തൊരു ബിരിയാണിയായിരുന്നു. സജന സിലപ്പൊതി ബിരിയാണി ആയിരുന്നു ആദ്യം. അതിൽ നിന്ന് നമ്മൾ ക്വാണ്ടിറ്റി കൂടിയപ്പോൾ ഇല നമുക്ക് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടെയ്നറിലേക്ക് ആക്കിയതും. അത് സമൂഹം 2 കൈ നീട്ടി സ്വീകരിച്ച് നല്ല ബിസിനസ് ഉണ്ടായിരുന്നതാണ്. ഒരു മാസക്കാലമായി ഞങ്ങളെ 2 കച്ചവടക്കാർ വന്ന് വേട്ടയാടി ഞങ്ങളുടെ കച്ചവടം ഇല്ലാണ്ടാക്കി തരുമായിരുന്നു. മുമ്പോട്ട് എങ്ങനെ കടത്തിൻ്റെ പുറത്ത് കടമായി പോയി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എല്ലാവരും സ്നേഹത്തോടെ കൂടെ നിന്ന് ഒരുപാട് നന്ദിയുണ്ട്. പാർട്ടിക്കാരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും. ഇക്കനോട് ഞാൻ സ്പെഷ്യൽ നന്ദി പറയാം. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ തന്നെ എന്നെ വിളിച്ച് 200 ബിരിയാണി 200 പ്ലസ് ഒരു 50 കൂടെ വാങ്ങി. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ ഇന്ന് അവിടുന്ന് ഇവിടെ തന്നെ വിറ്റിട്ട് ആ പൈസയും കൂടെ തരുന്നെന്ന് അറിഞ്ഞു. അതുപോലെ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞു. അതുപോലെ എനിക്ക് കടയെടുക്കാനുള്ള പൈസ ജയസൂര്യ സാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയണമെന്നറിയില്ല, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ശൈലജ ടീച്ചർ വിളിച്ചിരുന്നു. നഷ്ടപ്പെട്ട ബിരിയാണിയുടെ പൈസ ഫണ്ടിൽ നിന്ന് തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടില്ലേ, വാക്കുകൾ കേട്ടില്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഒരു കരച്ചിലോട് കൂടിയാണെങ്കിലും ഒരു മലയാളികൾ മൊത്തമായിട്ട് ഇവരുടെ വേദന ഉൾക്കൊണ്ടു ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും. ഇന്നൊരു ഈ തിക്കും ഉണ്ടാക്കിയിട്ട് പിറകോട്ട് പോകരുത്. ഇവരിനിയും നാളെ കച്ചവടം ചെയ്യേണ്ടവരാണ്. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവരുടെ വയറ് നിറയ്ക്കാനായിട്ട് കച്ചവടമായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അപ്പോൾ ഇനിയും ഇവർക്ക് ഇതുപോലുള്ള ശല്യങ്ങൾ, തടസ്സപ്പെടുത്തലുകൾ സമൂഹത്തിൻ്റെ വിവിധ ചില നിർഗിഷ്ട ജീവികളിൽ നിന്ന് ഉണ്ടായേക്കാം. അപ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഞങ്ങളുണ്ടാവും. ഇപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഇരുമ്പനം സിഗ്നലിന്റെ തൊട്ടടുത്താണ്. ഇനിയും ഇവർക്ക് ആവശ്യങ്ങൾ വന്നാൽ ഞങ്ങളുണ്ടാകും. നമ്മളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാകണം. ചേർത്ത് പിടിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നന്മ മരിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇവരോടൊപ്പം ഈ കാണുന്ന ആളുകൾ കൂടിയിരിക്കുന്നത്. നമ്മൾ വിളിച്ചു വരുത്തിയ ആളുകളല്ല, അറിഞ്ഞു വന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഈ കച്ചവടം ചെയ്യുന്നത് ഇരുമ്പനം സിഗ്നൽ കഴിഞ്ഞിട്ടാണ് ഇവരിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ മൂവാറ്റ ഭാഗത്ത് വരുമ്പോൾ റിഫൈനറി കഴിഞ്ഞിട്ട് കരിങ്ങാച്ചിറ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ മാക്സിമം ആളുകൾ ഇവിടെ വന്ന് ഇവരോടൊത്ത് സഹകരിക്കണം. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഇന്നൊരു ദിവസം കൊണ്ട് ഇത് നമ്മൾ നിർത്തി പോകരുത്. ബാബാ നമ്മളങ്ങനെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അല്ലേ? അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇറങ്ങി വന്നു. പക്ഷെ ഇത് അറിഞ്ഞ് എങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഉണ്ടായതുകൊണ്ടിട്ട് നമ്മൾ അറിഞ്ഞത്. അല്ല ഞാൻ അതെ ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ മുതൽ കണ്ടില്ല. ഞാൻ ആരും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനപ്പം സജനയൊന്ന് കാണാമെന്ന് ഓർത്ത് ഞാൻ സജനയെ പൊന്നെ ഇത് കണ്ടില്ല. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല. ഞാൻ സത്യം പറഞ്ഞു നിങ്ങളുണ്ടല്ലോ. ഞാൻ ഇന്നലെ മൊത്തം തിരക്കാണ്. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ സജനയെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തൊന്ന് സജനയെ ഒന്ന് കാണണ്ടേ.
എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടം? ഇപ്പോൾ കച്ചവടം കുഴപ്പമില്ല. ആണല്ലേ? ആ അതെ എന്തായിരുന്നു ശരിക്കും സജന സംഭവം? ശരിക്കും സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ അപ്പുറത്ത് വണ്ടി 3.5 മാസമായിട്ട് ഇടുന്നതാണ്. ഞങ്ങളാണ് ഇവിടെ ആദ്യം ബിരിയാണിയുടെ കച്ചവടം കൊണ്ട് വന്നത് തന്നെ. പക്ഷെ ഓപ്പോസിറ്റ് ഉണക്കമ്മീൻ വിറ്റുകൊണ്ടിരുന്നവർ അവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ ഊണ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഈ ഊണ് സ്റ്റോപ്പ് ചെയ്ത് അവർ ചെയ്തോട്ടെ ഉള്ളത്. പിന്നെ അവർ ബിരിയാണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ അവിടുത്തെ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഫ്ലെക്സ് വെച്ച് മറിഞ്ഞ് നിൽക്കും. ഞങ്ങളുടെ വണ്ടി കാണത്തില്ല. കസ്റ്റമർ വന്ന് നിർത്തുമ്പോഴത്തേക്ക് ഓടിപ്പോകും. എന്നിട്ട് പറയാം ആണും പെണ്ണും കെട്ടവർ അവരുടെ ബിരിയാണി വാങ്ങൽ പുഴുവാണ് അതായതാന്ന് പറഞ്ഞിട്ട് കസ്റ്റമറൊക്കെ മുടക്കി വിടുമായിരുന്നു. അപ്പോൾ ഒരുപാട് ബിരിയാണി ഡെയിലി ഇങ്ങനെ ബാലൻസ് വന്നുകൊണ്ടിരുന്നു. ഫൈറ്റ് ചെയ്ത് ഞാൻ പോവായിരുന്നു. 1 മാസത്തോളമായി. എന്നാൽ 4 ട്രാൻസ്ഫോമറും 1 ട്രാൻസ്മെൻ അടക്കം കഴിഞ്ഞു പോകുന്ന ഈ വരുമാനം കൊണ്ടാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓരോരുത്തരോട് പറഞ്ഞ് വരണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തത്. കാരണം നമുക്ക് പിന്നെ അവസ്ഥ ഇല്ലാത്തൊരു സിറ്റുവേഷൻ എത്തി. ലാസ്റ്റ് ദിവസം പോകുമ്പോൾ 1200 രൂപ കയ്യിലുള്ളത്. കടയിലൊക്കെ കടമായി, പൈസ കൊടുക്കാനായി, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ പോലീസ് സഹായമൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ആരും തന്നെ ഞങ്ങൾ അത് അംഗീകരിച്ച് തന്നിട്ടില്ല. ഞാൻ കരഞ്ഞ് പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ട് പോലും അവരൊന്നും അംഗീകരിച്ചിട്ടില്ല. പിന്നെ അഡ്വക്കേറ്റ് മായച്ചേച്ചി വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് പോലീസ് കേസ് തന്നെ രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ എല്ലാവരും ശൈല ടീച്ചർ അടക്കം കടയിൽ എത്ര ബിരിയാണി ഉണ്ടോ നോക്കട്ടെ. ബിരിയാണിയെല്ലാം ഞങ്ങൾ വാങ്ങിയത് 250 ഞങ്ങൾ വാങ്ങി. നിങ്ങൾ മൊത്തം കൊണ്ടുപോയി അയ്യോടാ പൈസ അവർക്ക് കൊടുക്കും. ഏൽപ്പിക്കാണല്ലേ? നിങ്ങൾ എത്ര കൊണ്ടുവന്നു? ഇന്നിപ്പോൾ 167 ഉള്ളൂ. ബാക്കി ബാക്കിൽ വരുന്നുണ്ട്. ഫാൻസാണ്. എന്താ പേര്? ഇപ്പോൾ സജ്ജനയുടെ കൂടെ ഉള്ളത് അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ മാഡമാണ്. മാഡം സജ്ജന ബിരിയാണി കാണാനും ബിരിയാണി വാങ്ങിക്കാനും വന്നിരിക്കുകയാണ്. പിന്നെ ഒരു ട്രാൻസ്മെൻ ആണ്. എന്താ പേര്? അപ്പൊ ഞാൻ നമ്മളിനി അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളൊന്ന് കാണണമല്ലോ. നേരെ ഇല്ലെങ്കിലും സജനെ ഒന്ന് വന്ന് കണ്ട് നിങ്ങളുടെ ടീമിന് അല്ലെ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഒന്ന് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. 2 വാക്ക് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും സജനയ്ക്ക് ഞങ്ങൾ ഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് വന്നത്. അത് സജനയുടെ വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അത് കഴിഞ്ഞ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നു. ഒരു കാരണവശാലും കേരളം പോലെയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ പരിഷ്കൃതരാണ് എന്ന് അഭിമാനിക്കുകയും സജനയെ പോലെയുള്ളവരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. ഇത് അങ്ങേയറ്റത്തെ തെറ്റാണ്. പ്രകൃതിയുടെ നീതി എല്ലാവർക്കും ഒരുപോലെയാണ്. അത് സജനയ്ക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരുപോലെയാണ്. അതിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആര് ശ്രമിച്ചാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ സജനയ്ക്കും സജനയുടെ സുഹൃത്തുക്കൾക്കുമുള്ള പിന്തുണ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. സജന എന്തെങ്കിലും എൻ്റെ നമ്പർ ഉണ്ട് സജന പറയുന്നു പോലെ. ഒരുപാട് സന്തോഷമുണ്ട്. രാവിലെ തന്നെ മാഡം എന്നെ വിളിച്ചിരുന്നു. അപ്പം നേരിട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി. കാരണം എല്ലാവരും കൂടെയുണ്ട്, എല്ലാവരും സപ്പോർട്ടിനുണ്ട് എന്ന് അറിയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. സജനയുടെ വിക്രമൻ പൈസ എടുത്തേ അങ്ങോട്ട് സജനയുടെ കയ്യിലോട്ട് പൈസ കൊടുത്തിട്ട് അങ്ങനെ മേടിക്കാം അല്ലേ? ആദ്യം പൈസ അല്ലേ വണ്ടി എടുക്കാൻ വേണ്ടി നിങ്ങൾ എത്ര പേര് സജന ഇവിടെ താമസിക്കുന്നത്? ഞാൻ വിളിക്കുന്ന വീട്ടിലായിരുന്നു. ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാനിതാ മുഖം കണ്ടിട്ട് മനസ്സിലാവട്ടെ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ആർക്കും അറിയാൻ പാടില്ല. ഇപ്പൊ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ ഏതാണ് MLA? ഞാൻ ഇവനോട് ചോദിച്ചിട്ടാ ഏതാണ് MLA? ഞാൻ ഈ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അരൂരിന്റെ MLA ആണ് ഷാനിമോൾ ഉസ്മാനാണ്. നമ്മള് കോവിഡ് പ്രതിരോധ രംഗത്ത് നിൽക്കുന്നതല്ലേ, അപ്പൊ പ്രോട്ടോകോൾ പാലിക്കണ്ടേ അല്ലേ? എത്തിയ വിക്രമൻ കുഴപ്പമില്ല. നമ്മളും എല്ലാം മനസ്സുകൊണ്ട് സജനയുടെ കൂടെ അല്ലേ. നിങ്ങൾ എത്രണ്ണം അത് മേടിച്ചോ? 300-350 ബിരിയാണി സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചായിട്ട് നമ്മൾ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 100-70 ബിരിയാണി 60 ബിരിയാണിയൊക്കെ ആയിരുന്നു. പക്ഷെ വീണ്ടും ഞങ്ങൾ 300 ബിരിയാണിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇന്നലെ മുതൽ ഞങ്ങളുടെ പഴയ കച്ചവടം തിരിച്ചു കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്ര സന്തോഷത്തിലാണ്.
കൊടുത്തു കൈമാറല്ല. അപ്പോൾ ഇതെന്തായാലും നിങ്ങളുടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഈ കച്ചവടം മുന്നോട്ട് പോട്ടെ. ഏറ്റവും അഭിമാനകരമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കേരള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ അതിനൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങോട്ട് വെച്ചിട്ട് പടം എടുക്കുന്നവർ പോട്ടെ. കാണാം പിന്നെ കേട്ടോ മക്കളെ. ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ അരൂര് MLA ഷാനിമോൾ ഉസ്മാനാണ് ഇന്ന് രാവിലെ അവരെ വിളിച്ചിട്ട് ഇവിടെ എത്തിയതാണ്. ഷാജീവ ഇവിടെ എത്തിയതാണ്. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്ന് അവർക്കൊണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു. അരൂരിൻ്റെ MLA ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ വന്ന് സജനയുടെ കയ്യിൽ നിന്നും ബിരിയാണി വാങ്ങി ഫുൾ എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. സൈല ടീച്ചറൊന്ന് സമയമായി കിട്ടുന്നു. സൈല ടീച്ചർ കഴിഞ്ഞ എത്രണ്ണായി? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി PV ഷാജാനുണ്ട്. അനീഷ്, നമ്മുടെ കൊച്ചി അനീഷിക്കുണ്ട്. എന്തായാലും സജനക്ക് ഫുൾ സപ്പോർട്ട്. അതുപോലെ നമ്മളെ ലുക്മാനുണ്ട് ഫോട്ടോ ചെയ്യുന്നത്. വീണ്ടും ഷാനിമോൾ ഉസ്മാന്റെ വാക്കുകളിലേക്ക്. അവരുടെ വിഷയങ്ങൾ നമ്മുടേതായി നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു സാമൂഹിക പുരോഗതി ഉണ്ടാകാൻ പോകുന്നത്. അതിനപ്പുറമായി പോലീസും പട്ടാളവും നഗരസഭയും ഒക്കെ ചേർന്നുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ജോലി ചെയ്ത് ജീവിക്കുക, അഭിമാനകരമായിട്ട് അവർ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും നേരിട്ടെത്തി സജനയ്ക്ക് ഒരു പിന്തുണ നൽകണം, അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണക്കിലാക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. രാവിലെ ഞാൻ സജനയുമായി സംസാരിച്ചു, അതിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയത്. അവർക്കെതിരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും നടപടിയോ അല്ലല്ല, തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നിൽക്കുന്നവരൊക്കെ എനിക്ക് പരിചയമുള്ളവരും വേണ്ടപ്പെട്ടവരുമാണ്. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നത്. അവർക്ക് ഇനി അവരുടെ ശരീരത്തെ തൊടാൻ കഴിയില്ല. അവരെ നമ്മളെല്ലാവരും സംരക്ഷിച്ചിരിക്കും. മുന്നോട്ട് അവർക്ക് എന്തെങ്കിലും സംഭവം മുന്നോട്ട് അത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നഗരസഭ അടക്കം അവരെ ഒറ്റപ്പെടുത്തുന്ന കാര്യമാണ് പറയുന്നത്. ബാക്കി ഏതെല്ലാം കാര്യങ്ങളുണ്ട് അത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് സംവിധാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷെ അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കൂടിയാലോചിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അത് പറഞ്ഞു ഓക്കെ. ഞാനൊന്നുമില്ല, ഇതൊന്ന് പിടിച്ചേരാ. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നു പോയത് അരൂര് MLA ഷാനിമോൾ ഉസ്മാനാണ്. ഒരുപാട് പിന്തുണയുമായിട്ട് അവർ ഇവിടെ എത്തിയതാണ് ആലപ്പുഴയിൽ നിന്ന്, അരൂരിൽ നിന്ന്. അപ്പോൾ അവരോടൊപ്പം തന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവർ ഒറ്റയല്ല എന്നുള്ളതിനെ ആക്രമിച്ച ആളുകളും അവരെ അവഹേളിച്ച ആളുകളും അവർക്ക് കൊടുക്കാനുള്ള ഒരു ചുട്ട മറുപടി തന്നെയാണ് ഇന്നിവിടെ കണ്ട ഈ ആളുകൾ. ഇന്ന് ഷഹീനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കൊണ്ട് ഈ ഒരു ഓണത്തിൽ നമ്മൾ അവസാനിപ്പിച്ച് പോരുന്നത്. ഇവർക്ക് സഹായമായിട്ട് ഇനിയും നമ്മൾ മുൻപോട്ട് വരണം. ഇതിനെ പാസ് ചെയ്യുന്ന ആളുകൾ ഇരുമ്പനം സിഗ്നൽ കഴിഞ്ഞിട്ട് കരിങ്ങാച്ചിറയിലാണ് ഇവരുള്ളത്, കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ദിവസേന ഇനി ഇവരോട് ഉണ്ടാവും. എല്ലാവരും അവർക്കുള്ള സഹായം ചെയ്തു കൊടുക്കണം. അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കണം.
മിതമായ റേറ്റിലാണ് അവരോട് ഭക്ഷണം കൊടുക്കുന്നത്. ശുദ്ധമായ എന്താ പറയുക, വളരെ വൃത്തിയും വിനയമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്, ഹലാലായിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പോൾ എല്ലാവരും അത് വാങ്ങണം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. അവർ തെണ്ടാനോ മറ്റുള്ള മോശമായ പ്രവൃത്തികൾക്കോ ഒന്നും പോകാതെ അവരുടെ എന്താ പറയുക, അവർക്ക് ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളെപ്പോലുള്ള ആളുകളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതിൽ ഷഹീൻക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബിരിയാണി കാര്യങ്ങളൊക്കെ പറഞ്ഞത് രണ്ടോട് പറഞ്ഞു 250 ബിരിയാണിയാണെന്ന് ഇവരുണ്ടാക്കിയത്. അത് മൊത്തം നമ്മുടെ സുഹൃത്തുക്കൾ സുമനസുകൾ അത് വാങ്ങി 200 ബിരിയാണി വാങ്ങിയത് നമ്മുടെ നവാസ് പുന്നിലത്ത് മുഹമ്മദാണ്. അദ്ദേഹം ദുബായിലൊരു വ്യവസായിയാണ്. ഒരുപാട് നന്മകൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് UAE-യിൽ ലക്ഷക്കണക്കിന് പേർക്കുള്ള മരുന്നെത്തിച്ച ഒരു വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 200 ബിരിയാണിയുടെ തുക അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആ ബിരിയാണി നമുക്ക് മൊത്തം വാങ്ങാം, എന്നിട്ട് ആ ബിരിയാണി വിറ്റിട്ട് ആ കിട്ടുന്ന തുക കൂടി ഇവരെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. കൂടാതെ നമ്മുടെ രേവതി രൂപേഷിൻ്റെ നേതൃത്വത്തിലുള്ള സുമനസുകളുടെ ഞങ്ങളുണ്ട് കൂടെ വാട്സപ്പ് കൂട്ടായ്മ ഒരു 50 ബിരിയാണി വാങ്ങിയിട്ട് തെരുവിലെ വിശന്നിരിക്കുന്നവർക്ക് എത്തിച്ചു നൽകാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് അഫ്സൽ ഖത്തറിലുള്ള ആ സഹോദരൻ ഒരു 30 ബിരിയാണിയുടെ തുക ഇട്ട് തന്നിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ വഴി. കൂടാതെ അതെ നമ്മുടെ മാഞ്ഞാലിയുടെ അദ്ദേഹം ഒരു 16 ബിരിയാണിയുടെ തുക അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നാളെ തെരുവിലെ വിശന്നിരിക്കുന്നവർക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ശൈല ടീച്ചർ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈല ടീച്ചർ വ്യക്തമായിട്ട് സജനയ്ക്ക് പിന്തുണ അറിയിച്ചിട്ട് വ്യക്തമായൊരു പോസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പിന്തുണ സഹായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ നിലവിലെ സർക്കാർ അവർക്ക് ട്രാൻസ്ജെൻഡറുകൾക്ക് ID കാർഡ് നൽകിയത്. ട്രാൻസ്ജെൻഡർ കൗൺസിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപീകരിച്ചത് ഈ സർക്കാരാണ്. നമ്മുടെ മൊത്തത്തിൽ പറഞ്ഞാൽ ഏത് സർക്കാരുകളായിക്കോട്ടെ, കേരള പൊതുസമൂഹമാണ്, കേരളത്തിൻ്റെ നിയമവ്യവസ്ഥിതിയാണ് ഈ ട്രാൻസ്ജെൻഡറുകളെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ അവർക്കാണ് ഇതുപോലുള്ള അവർ 5 വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി കച്ചവടം തെരുവോർ തുടങ്ങിയത്. പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല, മോഷ്ടിക്കാൻ പോയിട്ടില്ല, വേറെ അനാശാസ പ്രവർത്തനങ്ങൾക്കൊന്നും പോയിട്ടില്ല. 5 വയറ് നിറയ്ക്കാൻ അവരുടെ സ്ഥാപനങ്ങൾ 5 വയറ് നിറയ്ക്കാനായിട്ട് ബിരിയാണി പാക്ക് ചെയ്ത് ശുദ്ധമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പലപ്പോഴും സജനയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഏറ്റവും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനായിട്ട് എന്താ പറയുക, ശുഷ്ക മനസ്സുള്ള ചില മനുഷ്യജന്മങ്ങൾ അതിനെതിരെ മുന്നോട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് കേരള സമൂഹം 2 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സജന ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു നന്മയുടെ എന്താ പറയുക ഒരു കാഴ്ചകളാണ് നമ്മൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആയാലും ഈ പറഞ്ഞ മന്ത്രി ആയാലും നമ്മുടെ സിനിമാ താരങ്ങളായാലും ഇവിടെ ഈ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടമായാലും ഇപ്പോൾ വന്നു പോയ നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കാനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഓളത്തിൽ ഇവിടെ നിന്ന് 4 വർത്താനം പറഞ്ഞ് ഒരു ലൈവ് ഇട്ട് പോയി കുറേ ബിരിയാണി വിറ്റുകൊണ്ട് കാര്യമില്ല. നാളെയും ഇവർക്ക് ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഇതേ റോഡുകളിൽ ഇതേ തെരുവുകളിൽ അവർ നേരിടും. അതിനൊക്കെ ശക്തമായ പ്രതിരോധം തീർക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ നമ്മളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാകണം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വാ. ഇവിടെ മഹാരാജ് കോളേജ് പഠിക്കണതാണ്. അറിയാലോ, ഇത് തീർത്ഥ മഹാരാജാസ് കോളേജിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമെല്ലാം വേണ്ടി അവർക്ക് എന്താ പറയുക ഉള്ളൊരു ജീവിതമാർഗമാണത്. അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താതെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താ പറയുക ഒരു മോശപ്പെട്ട പ്രവൃത്തിയല്ല. ഇവിടെ അനാശ്വാസ പ്രവർത്തനം നടത്താൻ അവർ പോകുന്നില്ല, ഒരാളുടെ മോഷ്ടിക്കാൻ പോകുന്നില്ല, പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. അവർ അന്തസ്സായിട്ട് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടി. അതിനെ തടസ്സപ്പെടുത്താൻ ആര് മുൻപോട്ട് വന്നാലും കേരള സമൂഹം ഒറ്റക്കെട്ടായി അവരോടൊപ്പം തന്നെ ഉണ്ടാകണം.
വേറെ പ്രത്യേകിച്ച് പറയാനില്ല, നിങ്ങളെല്ലാവരും സഹായിക്കണം. രണ്ട് വാക്ക് പറഞ്ഞു. മാറ്റിക്കോ. ഇത് ശരിക്കും നമ്മുടെ വ്യക്തിത്വത്തിനെ പോലും ഹനിക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഉണ്ടായത്. ആദ്യം എനിക്ക് നേരെയാണ് അറ്റാക്ക് ഉണ്ടായത്. ഞാൻ ഫ്ലെക്സ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഓടി വരികയും ഇതെൻ്റെ സ്ഥലമാണ്, ഇവിടെ ഫ്ലെക്സ് കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ തള്ളി മാറ്റുകയും അതുപോലെ തന്നെ എൻ്റെ ശരീരഭാഗങ്ങളിൽ കയറി പിടിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. കുറേ അസഭ്യവശ അയാൾ നടത്തുകയും പിന്നീട് അയാൾ നമ്മളെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ആണ് അന്ന് കാണിച്ചത്. പിന്നീട് ഞങ്ങൾ ആണും പെണ്ണും കെട്ടതാണ്, നീ ആണാണോ പെണ്ണാണോ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യേനെ വിട്ടുവരെ. അപ്പം നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ എക്കോണമി വൈസ് നോക്കുമ്പോൾ ഹയറാർക്കിയിൽ നിൽക്കുന്നതിൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ ട്രാൻസ് വ്യക്തിത്വങ്ങളേലും കുറച്ചും കൂടി മുൻപന്തിയിലാണ് സമൂഹം അവർക്ക് കൊടുക്കുന്ന അക്സെപ്റ്റൻസ്. ഈ പറയുന്ന സ്ത്രീകളാണേലും ട്രാൻസ് ആണേലും ഇപ്പോഴും അക്സെപ്റ്റൻസിന് വേണ്ടി പൊരുതുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം എപ്പോഴും അതിനെ വേറൊരു തലത്തിലേ കാണുള്ളൂ. എപ്പോഴും പറയും ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം ലൈംഗിക തൊഴിലാളികളാണ്, ഭിക്ഷ എടുക്കാൻ ട്രെയിനിൽ പോകുന്നുണ്ട്, അവർ തുണി പൊന്തിക്കുന്നു എന്ന്. അപ്പോൾ എനിക്ക് സമൂഹത്തിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് ഒരു പ്രാവശ്യം ചോദിച്ചാൽ സഹിക്കാം, 2 പ്രാവശ്യം ചോദിച്ചാൽ സഹിക്കാം, 3 പ്രാവശ്യം ചോദിച്ചാൽ സഹിക്കാം, 4ാമത്തെ പ്രാവശ്യം നമ്മളത് തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. അത് കഴിയട്ടെ. സജിനോട് പറയും. പറഞ്ഞോ, മനസ്സിൽ പറഞ്ഞോ, കുഴപ്പമില്ല. വേറെന്താ? എന്തതിനെ കുറിച്ച് പറയാനുള്ളത്? ബുദ്ധിമുട്ടാണോ? ഇത് മാളവിക പ്രത്യേകിച്ച് ഒന്നും പറയില്ല, കാരണം വളരെ സങ്കടത്തോടും വിഷമത്തോടും തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവരെ ഒന്നും നമ്മളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടവരല്ല, നമ്മളോട് ചേർത്ത് നിർത്തേണ്ടവർ തന്നെയാണ് ഈ സഹോദരിമാരെന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരെയൊക്കെ നമ്മളോട് ചേർത്ത് തന്നെ നിർത്തണം. അവരുടെ വിഷമങ്ങളാണ് നിങ്ങളോടിപ്പോൾ നമ്മുടെ പറഞ്ഞത്. അപ്പോൾ ഇനിയും ഇവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ സമൂഹത്തിൽ അവരെ ആക്രമിക്കരുത്, അവരെ ഒറ്റപ്പെടുത്തരുത്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ നമ്മുടെ സഹോദരിമാരായിട്ട് തന്നെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി വേണ്ട സഹായങ്ങൾ ചെയ്യണം. സജിന അവിടെ ഒരു ചാനലിൻ്റെ ഒരു ഇതിലാണ്, ചർച്ചയിലാണ്. ഇപ്പോൾ ഇതിനകത്ത് വരും. അതുകൊണ്ട് അതിനൊരു 2 പേരും എടുത്തിട്ട് വിടും അല്ല, അത് സജിനോട് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. എടുക്കുക കഴിയും. സജിനയുടെ ബിരിയാണി വേണ്ടവർക്കൊക്കെ ഇരുമ്പനം സിഗ്നലിൽ നിന്ന് കരിങ്ങാച്ചിലേക്ക് പോകുന്ന വഴിക്ക് ആ ഇരുമ്പനം സിഗ്നൽ ജംഗ്ഷനിൽ തന്നെ സജനാസ് ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാവുന്നതാണ്. എല്ലാ ദിവസവും ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും വരാം, വാങ്ങിക്കാം, അവരെ സപ്പോർട്ട് ചെയ്യുക. അനീഷ് കൊച്ചി ഉണ്ട്, 2 വാക്ക് അനീഷ് കൊച്ചി സംസാരിക്കുന്നു. അല്ല, സജനയ്ക്ക് ഫുൾ സപ്പോർട്ട് നമ്മളെല്ലാവരും കേരള ജനത മുഴുവനും സജനയെ ഏറ്റെടുത്തതുപോലെയായി. ഇപ്പോൾ എന്തായാലും വിമർശിച്ചവർക്ക്, ഇപ്പം സജനയെ ബുദ്ധിമുട്ടിച്ചവർക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം സജനയെ പറ്റി ജനങ്ങൾ അറിഞ്ഞു, കേരളം അറിഞ്ഞു, മന്ത്രി അറിഞ്ഞു, മുഖ്യമന്ത്രി അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. MLA-മാർ വരെ സജനയുടെ മുമ്പിൽ നിന്നെത്തി. അപ്പം എന്തായാലും എല്ലാവർക്കും സജനയെ സപ്പോർട്ട് ചെയ്യണം, സജനയെ വിജയിപ്പിക്കണം. സജനയുടെ ഈ സംരംഭം ഒരുപാട് പേരുടെ വയറ് നിറക്കാനും ഒരുപാട് തെരുവിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും നടക്കുന്ന സജനയെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ സജിനയുടെ ഒരു ചാനലിൽ, ഓൺലൈൻ ചാനൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവർ വരും. ബിരിയാണി സജനാസ് ബിരിയാണി ഒരു ദിവസം കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ച് പോകരുത്. എല്ലാവരും ഇതിനോട് നിൽക്കണം. ഇനിയും ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം.
വീണ്ടും പറയാണ്, ഇന്നൊരു ദിവസം കൊണ്ട് ഒരു ആവേശത്തിന്, ഒരു സോഷ്യൽ മീഡിയ വൈറലായ ഒരു കരച്ചിൽ കൊണ്ട് സഹോദരങ്ങളെ ചേർത്ത് പിടിക്കൽ, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ഈ കരുതൽ ആരും അവസാനിപ്പിച്ചു പോകരുത്. തീർച്ചയായിട്ടും അവർ ഒരുപാട് പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ, തെരുവുകളിൽ, എല്ലായിടത്തും ഒരു യാത്ര ചെയ്യാൻ ഒരു ബസ്സിൽ കയറിയാൽ പോലും അവർ നേരിടുന്ന പീഡനങ്ങൾ ഈ സഹോദരന്മാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലായിടത്തും ഒരുപാട് അവഗണനകൾ, പീഡനങ്ങൾ, രാത്രി പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഈ ലോക്ക്ഡൗണിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന സഹോദരങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ ഇടപെട്ടിട്ടാണ് അനീഷ് കൊച്ചിയുടെയൊക്കെ നേതൃത്വത്തിൽ അവർക്ക് ആവശ്യമായ കൊച്ചിയിലുള്ള മുഴുവൻ സഹോദരങ്ങൾക്ക് നമ്മൾ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചേരും റോസ്കുന്നമർമിൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും പറയണം, ഒരു ആവേശത്തിന് ഞാനായാലും ഈ പറയുന്ന ഈ ലൈവ് ഇടുന്ന ഞാനായാലും ഈ ഒരു ആവേശത്തിന്, ഇന്നത്തെ ആവേശത്തിന് എല്ലാവരും കൂടെ ഏറ്റെടുത്തു. നമ്മൾ സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു വൈറലാവുന്ന സംഭവത്തിൻ്റെ പിറകെ ആയിരിക്കും എല്ലാവരും. അത് കഴിഞ്ഞാൽ അത് എല്ലാവരും മറക്കുന്നൊരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും ഇട നൽകാതെ ഇവർക്ക് ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവരെ ഇപ്പോൾ ജയസൂര്യ ഉൾപ്പെടെ ഇവർക്ക് ഹോട്ടൽ തുടങ്ങാനും വിൽക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കുറച്ച് താമസം വരും. പക്ഷെ അവർക്ക് 5 വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുവരെ ഒരു മോശം പ്രവൃത്തിയിലും പോയിട്ടില്ല, പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല, തെറ്റായ നിയമത്തിന് അതീതമായിട്ട് ഒരു കാര്യങ്ങളും ഒരു സഹോദരങ്ങൾ ചെയ്തിട്ടില്ല. അവർക്ക് അറിയാവുന്ന പാചകം എന്ന തൊഴിൽ അവർ ഏറ്റെടുത്തിട്ട് അവർ വീട്ടിൽ തന്നെ അവരുടെ വീഡിയോകളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും വൃത്തിയുള്ള രീതിയിൽ പാചകം ചെയ്യുന്ന വീഡിയോകളൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരവിടെ നിന്ന് പാചകം ചെയ്യും. അവരൊരു കുഞ്ഞു കാറുണ്ട്, ഒരു പഴയ കാറുണ്ട്, അതിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. പോയ ഓലിപ്പുഴ ഒരു ആവശ്യം അറിയിച്ചിട്ടുണ്ട്. 25 ബിരിയാണിയുടെ ക്യാഷ് ഞാൻ തരാം, പക്ഷേ എനിക്ക് അവിടെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ പറയും, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തോളാം. സജനയുടെ അക്കൗണ്ട് നമ്പർ എൻ്റെ ഉണ്ട്. അപ്പൊ എൻ്റെ പോയ ഓലിപ്പുഴ ഭായ് എൻ്റെ നമ്പറിൽ വന്നാലും സജനയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ അതൊക്കെ നമുക്ക് തെരുവിലെ മക്കൾക്ക് നൽകാം. അപ്പോൾ 100ഓളം ബിരിയാണി തെരുവിലെ മക്കൾക്ക് തന്നെ നൽകാൻ പറ്റും. ഇന്നിപ്പോൾ ഈ വിൽക്കുന്ന ബിരിയാണിയുടെ പൈസ ഒക്കെ മുഴുവൻ നമുക്ക് കൊടുത്താണ്. അപ്പോൾ ആ തുകയും കൂടി ഒരു നല്ലൊരു സഹായം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമുക്ക് സഹോദരങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇന്നൊരു ആവേശത്തിന് ഒരു വൈറൽ വീഡിയോയുടെ പുറകെ പോയിട്ട് ആ ആവേശം കെട്ടുപോകരുത്. ഇവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ നാളെയും ഇവിടെ ബിരിയാണി വിൽക്കും. അവർക്കൊരു സുരക്ഷിതമായ ജയസൂര്യ ഉൾപ്പെടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉൾപ്പെടെ സഹായത്തുമ്പോൾ എത്താനുണ്ടാകുന്ന ഒരു കാലതാമസമുണ്ട്. അതുവരെ അവർക്ക് ജീവിക്കണം. അപ്പോൾ അതിന് നമ്മുടെ പിന്തുണ ആവശ്യമാണ്. ഇനിയും ഇതുപോലെ നേരത്തെ അവിടെ PMA സലാംബായി അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരിക്കലും അവർ തിരഞ്ഞെടുക്കുന്നൊരു മാർഗമല്ല. സ്ത്രീയും പുരുഷനും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതുപോലൊരു ജന്മം നാളെ ഉണ്ടായാൽ നമ്മളും ഫേസ് ചെയ്യേണ്ട, നമ്മൾ അഭിമുഖീകരിക്കേണ്ട വ്യക്തമായ പ്രശ്നങ്ങളാണ് അവരും ഇപ്പോൾ എൻ്റെ അത് കൈ പൊത്തി പിടിച്ചിട്ടാണ്. അപ്പൊ വ്യക്തമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരു പിറവി ഉണ്ടായാൽ നമ്മളും നമ്മളെ കുടുംബാംഗങ്ങളും നാളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ മാത്രമാണ് ഇവർ അഭിമുഖീകരിക്കുന്നത്. അതിനൊരു പ്രതിരോധം, ഒരു കരുതൽ, അവരൊരു ചേർത്ത് പിടിക്കലാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് 5 വയറ് നിറയ്ക്കാനുള്ള ബിരിയാണി കച്ചവടം നടക്കുന്നത്. 5 വയറ് നിറയ്ക്കാൻ, അവരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് കഴിയാൻ. അവരൊക്കെ പല കലാകാരന്മാരാണ്. അവർക്ക് വേദികളിലൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലോക്ക്ഡൗണിന് ശേഷം വേദികളൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേദികൾ നഷ്ടപ്പെട്ടപ്പോൾ അവർ കണ്ടെത്തിയൊരു ഉപജീവന മാർഗം മാത്രമാണ്. അത് തടസ്സപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുന്ന നികൃഷ്ട ജീവികളെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് നൽകുന്ന സന്ദേശം, അതിന് ഇനിയും നിങ്ങൾ മുതിരുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കാനായിട്ട് മുൻനിരയിൽ തന്നെ എല്ലാവരും ഉണ്ടാവും. കേരള പൊതുസമൂഹം ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവരും ഇവർക്ക് പിന്തുണ നൽകണം. ഇനിയും നമ്മുടെ കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള സഹോദരങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. അവർക്കും കൂടി നമ്മൾ മൊത്തത്തിൽ നൽകുന്ന ഒരു കരുതൽ അവർക്കും കൂടി നൽകണം. അവരെയും കൂടി നമ്മൾ സഹായിക്കണം. അവരെയും കൂടി നമ്മൾ പിന്തുണക്കണം. അവർ കൂടി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കട്ടെ. ഒരിക്കൽ കൂടി ഒരു വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. സ്ത്രീയും പുരുഷനും, നേരത്തെ പറഞ്ഞതാണ്, സ്ത്രീയും പുരുഷനും എന്നതുപോലെ ഇവരും സമൂഹത്തിൽ നൽകുന്ന എല്ലാ അവകാശങ്ങൾക്കും നീതിക്കും തുല്യ അവകാശമുള്ളവരാണ്. വോയിസ് കുറവെന്ന് പറഞ്ഞത് റോട്ടിലായതുകൊണ്ടാണ്. അത് റോട്ടിലായതുകൊണ്ടാണ് സൗണ്ട് കുറവ് വരുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. റോട്ടിലെല്ലാവരും വണ്ടികളുടെ ബഹളം കൊണ്ട് സൗണ്ട് കുറവാണ്. അപ്പം നിർത്തുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കൂടാതെ
ഇന്ന് ഇവരുടെ ബിരിയാണി വാങ്ങി 200 ബിരിയാണി വാങ്ങി സഹായിച്ച മുഖത്തുകൊണ്ടല്ലോ അല്ല സൗണ്ട് ആ സൗണ്ട് കിട്ടാൻ ഇന്ന് 200 ബിരിയാണി വാങ്ങി സഹായിച്ച നമ്മുടെ പ്രിയങ്കരനായ UAE വ്യവസായി നവാസ് പുന്നലത്ത് മുഹമ്മദിനും ഞങ്ങളുടെ കൂടെ വാട്സപ്പ് കൂട്ടായ്മയിലെ മനുഷ്യസ്നേഹികളായ ആ സഹോദരങ്ങൾക്കും ഇപ്പോൾ അഫ്സൽ ഉൾപ്പെടെ നമ്മുടെ പ്രിയ സഹോദരൻ ഉൾപ്പെടെ ആ ബിരിയാണി വാങ്ങി നാളെയും ഒക്കെ ആയിട്ട് വിതരണം ചെയ്യുന്ന എല്ലാ സത്താർ വാഞ്ഞാലും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. കമന്റിൽ കുറെ പേര് അക്കൗണ്ട് നമ്പർ ഇത്രയും ജനങ്ങളുടെ മുന്നിലേക്ക് കേരളം മൊത്തത്തിലേക്ക് സജനയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിച്ചു. അതിന് ആ ചർച്ചകൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. സത്യമാണ്. ഇവരുടെ ഈ ബിരിയാണി ഇത്ര ജനകീയമാക്കിയതിന് അവരോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഈ ബിരിയാണി ഇത്ര ജനകീയമാക്കിയതിന് ഇവരെ വിമർശിച്ച് ഇവരെ ഉപദ്രവിച്ച് നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ അവരുടെ പേരിൽ നിയമപരമായ നടപടികളുമായി ഇവിടെ നമ്മുടെ നിയമപര പോലീസും ബന്ധപ്പെട്ടവർ പോയിട്ടുണ്ട്. അതിനൊക്കെ അവർക്ക് ബിഗ് സല്യൂട്ട് പറയുകയാണ് ഞങ്ങൾ. ഇനിയും ഇവരോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഉണ്ടാവണം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ പറയാനുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി മാത്രമാണ്. ഒരുപാട് കടപ്പാടുണ്ട് ഓരോ ആൾക്കാരോടും സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും. പേരെടുത്ത് പറയുന്നില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു. എല്ലാവരോടും നന്ദി. സത്താറ ഒരു ഫോട്ടോ എടുക്കണം. ഇത് ഫിനിഷ് ചെയ്തോട്ടെ. സജനത്താ ഒരു ബിരിയാണി കൊടുത്തേ. ഒരു മിനിറ്റ്, ഒരു ബിരിയാണി കൊടുക്കട്ടെ. ഒരു ബിരിയാണി കൊടുക്കട്ടെ. മാറിയേ സലാമിക്കാൻ നിൽക്ക്. ആ സിംഗിൾ. ആ അതായത് ഫോട്ടോ എടുക്കാറില്ല, ഇത് ലൈവ് ആണ് തന്നെ. ഇത് ലൈവാണ്. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ലൈവ് കട്ട് ചെയ്യും.